ഇതാണ് കേട്ടോ നമ്മള് മുന്തിരിന്റെ മരം. താഴന്നേ ഇങ്ങോട്ട് പടർത്തിയതാണ്. നല്ല പന്തലുണ്ട്. ഇങ്ങനെ പൊട്ടി വീണ്. കുറേ നാളത്തേക്കാണ് വീട്ടൊക്കെ കയറുന്നത്. ഇത് മുന്തിരി പിന്നെ ഉമ്മാൻ്റെ ചെറിയ പച്ചക്കറിത്തോട്ടം, ചെറിയ രീതിയിലുള്ള പാവക്കല്ല്, കാന്താരി, കോയക്കൻ്റെ ഉമ്മ താഴ്ന്നേ കൊത്തി ഇങ്ങനെ പടർന്നുണ്ടാവുന്നുണ്ട്. നമുക്കിതിൽ മുന്തിരി ഉണ്ടോയെന്ന് നോക്കാം. കാണിച്ചു ഇനി അങ്ങത്തോളം ഉണ്ട്. ഇത് ശരിക്കും ശ്രദ്ധിച്ചാൽ നല്ല രീതിക്കാം. ഇത് ഉമ്മന്നെ ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും ഓരോരോ ഇതിൽ എന്താ കാണിച്ചു തരാൻ. നല്ല നല്ല മധുരം ഉണ്ടായ മുന്തിരിയാണ്. ഇതാ ഇവിടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള മുന്തിരി ഇവിടെ കണ്ട ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയാണ് നിഷാന് എവിടെയെല്ലാം കാണുന്നുണ്ട്. മീറ്റ് ഇവിടെ ഉണ്ട്. കുറേ മുന്തിരി ഉണ്ട് കേട്ടോ പിടിച്ചിട്ട്. ഇനി ഇതാ 2-3 പൂ വന്നിട്ടുണ്ട് പിടിക്കാൻ. 2 കൊലയോളം. ഇത് തൊടല്ലേ ഇതാ ഇവിടെ. പിന്നെ എന്താ ഇവിടെ അത് കാണിച്ചിനാ. മുന്തിരി ഉണ്ടോ ഇതില്? പിന്നെ എന്താ ഉമ്മ ഓരോന്ന് ഉമ്മ ഇപ്പം എല്ലാം പാർപ്പിൻ്റെ തന്നെ. പപ്പായയുടെ, മുരിങ്ങയുടെ എല്ലാം ഇവിടെ മീത്ത് തന്നെ കൊണ്ടുവന്നിട്ട് നട്ടുണ്ടോന്ന്. വേറൊന്നും അല്ല കേട്ടോ. ഇത് അപ്പുറത്തിപ്പുറത്തൊക്കെ കോഴിയുണ്ട്. നമ്മൾ എന്ത് നട്ടാലും ആ കോഴി വന്ന് അതങ്ങനെ തടമൊക്കെ ഇങ്ങനെ കളിച്ച് ചെടി തന്നെ അവിടെ പൊരിച്ചിട്ടിടും. പിന്നെ അപ്പം കൈപ്പക്ക കണ്ടോ. പിന്നെ താഴൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നട്ടുപിടിപ്പിച്ചതാണ്. ഈ പ്ലാവായാലും പക്ഷെ അത് കഴിഞ്ഞ വർഷം ചക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മാവ്, അടക്കമരം, കവുങ്ങ്, ജാതി, ഇതെല്ലാം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വളർത്തിയതാണ്. തായൊന്നും ഇല്ലായില്ല. പക്ഷെ എന്നാലും തായെല്ലാം ഇതിങ്ങനെ ചെറുതെല്ലാം പോകുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മീത്തലേക്ക് കുറച്ചാക്കി. എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നോളൂ. പപ്പായ, അടക്ക. ഇനി നമ്മളെ വീട്ടിൽ നിന്ന് നേരെ നമുക്ക് മീത്ത കയറിയാൽ നമുക്ക് അടുത്ത കാണുന്ന വ്യൂ. ആർക്ക് വന്നാലും ഇവിടെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മീത്തയായാലും താഴെയായാലും ഇവിടെ വന്നിട്ട് കാറ്റിപ്പോൾ നല്ല കാറ്റാണ്. കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക.